A very warm good morning to one and all. ഇന്ന് നമ്മൾ NIOSന്റെ +2 ബയോളജി സെക്കൻഡ് ചാപ്റ്റർ കിങ്ഡം പ്ലാന്റ് ആൻഡ് കിങ്ഡം അനിമാലിയ ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ചാപ്റ്ററിൽ കിങ്ഡം മൊനീറ, കിങ്ഡം പ്രൊട്ടിസ്റ്റ, കിങ്ഡം ഫഞ്ചൈ രണ്ട് സെക്ഷൻ ആയിട്ട് നോക്കിയിരുന്നു. ആൻഡ് അതിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് കിങ്ഡം പ്ലാന്റ് ആൻഡ് അനിമാലിയ. പക്ഷേ സെപ്പറേറ്റ് ചാപ്റ്റർ ആയിട്ട് കൊടുത്തു എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കിങ്ഡം മൊനീറ, പ്രൊട്ടിസ്റ്റ, ഫഞ്ചൈ ഒക്കെ പറഞ്ഞപ്പോൾ കിങ്ഡം മൊനീറ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. കിങ്ഡം മൊനീറ മാത്രം പ്രോകാരിയോട്ടാണ്, ബട്ട് ബാലൻസ് ഉള്ള കിങ്ഡംസ് ഒക്കെ യൂക്കാരിയോട്ടിക് ആണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇതൊരു റിവിഷൻ ടൈം കൂടിയാണ്. അതായത് നമുക്ക് എന്താണ് ഇതിന് മുന്നത്തെ ചാപ്റ്റേഴ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പല ടേംസും നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്താണെന്ന് കൂടി റിവൈസ് ചെയ്യാനുള്ള ഒരു സമയം കൂടിയാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് പ്രോകാരിയോട്സ്, എന്താണ് യൂക്കാരിയോട്സ് എന്ന് നല്ല തറോ ആക്കി മനസ്സിലാക്കി വെക്കുക. എന്തായിരുന്നു പ്രോകാരിയോട്സ്? പ്രോകാരിയോട്സ് എന്താണ്? വിത്തൗട്ട് ന്യൂക്ലിയസ് അല്ലേ, അല്ലെങ്കിൽ വിത്തൗട്ട് ന്യൂക്ലിയസ് ഓർ സെൽ ഓർഗനൽ, സെൽ മെംബ്രെയിൻസ് ഒന്നുമില്ല. അപ്പോൾ ആരായിരുന്നു പ്രോകാരിയോട്സ്? മൊനീറ ആയിരുന്നു പ്രോകാരിയോട്സ്. ബാക്കി കിങ്ഡംസ് ഒക്കെ യൂക്കാരിയോട്സ് ആണ്. യൂക്കാരിയോട്സ് എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ട്രൂ ന്യൂക്ലിയസ് അവർക്ക് പ്രസന്റ് ആണ്. അപ്പോൾ സെയിം തന്നെയാണ് നമ്മൾ ഇതിൽ ആ ഒരു വേർഡ് വെച്ച് തന്നെയാണ്, ആ ഒരു ടേം വെച്ച് തന്നെയാണ് നമ്മൾ ഈ ചാപ്റ്ററും സ്റ്റാർട്ട് ചെയ്യുന്നത്. കിങ്ഡം പ്ലാന്റ് എന്ന് പറയുമ്പോൾ പ്ലാന്റ്സിന്റെ പ്രത്യേകത എന്താണ്? അവർക്കൊരു സിംഗിൾ സെല്ലാണോ ഉള്ളത്? അല്ല, അവർ മൾട്ടി സെല്ലുലാർ ആണ്. ഒരുപാട് സെൽസ് ഉണ്ട് അല്ലേ? മൈക്രോ ഓർഗാനിസംസ് ഒക്കെയാണ് സിംഗിൾ സെല്ലഡ് ഓർഗാനിസംസ് ആയിട്ട് വരുന്നത്, കാരണം നമുക്ക് അവരെ കാണാൻ സാധിക്കുന്നില്ല അല്ലേ? പക്ഷെ പ്ലാന്റ്സ് എന്നൊക്കെ പറയുമ്പോൾ ഇത്രയും വലിയ മരത്തിനൊക്കെ ഒരു സിംഗിൾ സെൽ എന്ന് പറയുന്നത് പോസിബിൾ ആണോ? അല്ല. സോ ദേ ആർ മൾട്ടി സെല്ലുലാർ, ഒരുപാട് സെൽസ് അവർക്ക് പ്രസന്റ് ആണ്. ദെൻ നമ്മൾ പറഞ്ഞത് യൂക്കാരിയോട്ട് ആണ്. യൂക്കാരിയോട്ട് എന്ന് പറയുമ്പോൾ അവർക്ക് ട്രൂ ന്യൂക്ലിയസ് പ്രസന്റ് ആണ്. അതേപോലെ തന്നെ മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനൽസ് ഒക്കെ ഉണ്ടാവും. നമ്മുടെ ക്ലോറോപ്ലാസ്റ്റ്, മൈറ്റോകോൺട്രിയ, ഗോൾജി കോംപ്ലക്സ്, അങ്ങനത്തെ സെൽ ഓർഗനൽസ് ഒക്കെ കിങ്ഡം പ്ലാന്റിൽ വരുന്ന പ്ലാന്റ്സിന് പ്രസന്റ് ആയിരിക്കും. ദെൻ ദേ ആർ ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്സ് ആണ്. ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്സ് എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് പ്ലാന്റ്സിൽ എന്ത് നടക്കുന്നുണ്ട്? ഫോട്ടോസിന്തസിസ് നടക്കുന്നുണ്ടല്ലേ. ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ അവർ എന്താണ് ചെയ്യുന്നത്? ദേ പ്രൊഡ്യൂസ് ദെയർ ഓൺ ഫുഡ് അല്ലേ. പ്ലാന്റ്സ് അവർക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് ആരെയും ആശ്രയിക്കാതെ അവർ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നു. സോ ദേ ആർ ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്സ്. ഓട്ടോട്രോപ്സ് എന്ന് പറയുമ്പോൾ സ്വന്തമായി ഭക്ഷണം പാകം ചെയ്യുന്നവരാണ് ഓട്ടോട്രോപ്സ്. ആൻഡ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെയാണ് അവരത് ചെയ്യുന്നത്. സോ ദേ ആർ ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്സ്. ആൻഡ് അവരുടെ സെൽ വാൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? സെല്ലുലോസ് കൊണ്ടാണ് സെൽ വാൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഓൾ ആർ എംബ്രിയോഫൈറ്റ്സ്. എംബ്രിയോഫൈറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് അവർ കരയിൽ കാണുന്ന സസ്യങ്ങൾ, അതായത് നല്ലൊരു മണൽ പ്രദേശങ്ങളിൽ കാണാം ഈ പ്ലാന്റ്സിനെ. അത് കൂടാതെ നനവുള്ള പ്രദേശങ്ങളിൽ കാണാം. അപ്പോൾ ഇത് സസ്യങ്ങളാണ്, കരയിൽ കാണുന്ന സസ്യങ്ങളാണ് ഈ എംബ്രിയോഫൈറ്റ്സ് എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ റെയർലി ഹെട്രോട്രോപ്സ് ആയിട്ട് വരുന്നുണ്ട് കിങ്ഡം പ്ലാന്റിൽ. ചിലതൊക്കെ ഹെട്രോട്രോപ്സ് ആണ്, പക്ഷെ മെജോറിറ്റി എന്ന് പറയുന്നത് ഓട്ടോട്രോപ്സ് ആണ്. ഓക്കെ, അപ്പൊ അതാണ് നമുക്ക് പ്ലാന്റ്സ് എന്ന് പറയുന്നതിന്റെ, അതായത് കിങ്ഡം പ്ലാന്റിന്റെ ഒരു ജനറൽ ക്യാരക്ടേഴ്സ് വരുന്നത് ഇതൊക്കെയാണ്. ഇനി കിങ്ഡം പ്ലാന്റിനെ നമ്മൾ വീണ്ടും മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ഡിവിഷൻ ബ്രയോഫൈറ്റ, ഡിവിഷൻ ടെറിഡോഫൈറ്റ, ഡിവിഷൻ സ്പെർമാറ്റോഫൈറ്റ. അങ്ങനെ മൂന്നായിട്ട് എഗെയിൻ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ആൻഡ് ഡിവിഷൻ സ്പെർമാറ്റോഫൈറ്റനെ നമ്മൾ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ദാറ്റ് ഈസ് ജിംനോസ്പേംസ് ആൻഡ് ആൻജിയോസ്പേംസ്. ഇനി ഈ ആൻജിയോസ്പേംസിനെ നമ്മൾ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. ദാറ്റ് ഈസ് ഡൈകോട്ടിലിഡൻസ് ആൻഡ് മോണോകോട്ടിലിഡൻസ്. ഇനി ബ്രയോഫൈറ്റ്സിനെ നമ്മൾ പൊതുവെ പറയുന്ന കോമൺ ആയിട്ടുള്ള പേരാണ് ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം. സാധാരണ നമുക്ക് അനിമൽ കിങ്ഡത്തിലെ ആംഫീബിയൻസ് എന്താണെന്ന് അറിയാം. എന്താണ് ആംഫീബിയൻസ്? കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന, ഒരേപോലെ ജീവിക്കുന്ന ആൾക്കാരാണ് ആംഫീബിയൻസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ പ്ലാന്റ്സിലും എങ്ങനെ ഒരു ആംഫീബിയൻസ് ഉണ്ട് എന്നത് നമുക്കൊരു പുതിയൊരു അറിവാണ്. അപ്പോൾ പ്ലാന്റ് കിങ്ഡത്തിലെ ആംഫീബിയൻസിനും എന്ത് അത്യാവശ്യമാണ്? ലാൻഡും അത്യാവശ്യമാണ്, വാട്ടറും അത്യാവശ്യമാണ്. അവരുടെ ഒരു ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ആകണമെങ്കിൽ അവർക്ക് വാട്ടർ ഈസ് എസെൻഷ്യൽ. അതുകൊണ്ടാണ് അവരെ ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം എന്ന് പറയുന്നത്. പിന്നെ എംബ്രിയോഫൈറ്റ്സ് ആണ്, അതായത് കരയിൽ കാണുന്ന സസ്യങ്ങളാണ്. അതായത്
സാൻഡ് മണലിൽ കാണാം, അല്ലെങ്കിൽ ഈർപ്പമുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ഒരു ബ്രയോഫൈറ്റ്സിനെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ നോ വാസ്കുലാർ ടിഷ്യൂ, അതെന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? ഇവർക്ക് സൈലം ഫ്ലോയം ഒന്നും ഇല്ല. അതൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇവർക്ക് വാസ്കുലാർ ടിഷ്യൂ ഇല്ല എന്ന് പറയാം. പിന്നെ എങ്ങനെയായിരിക്കും ഇവർ വാട്ടറും അതുപോലെ ന്യൂട്രിയൻസും ഒക്കെ അബ്സോർബ് ചെയ്തെടുക്കുന്നുണ്ടാകുക? അതൊരു ചോദ്യമാണ്. കാരണം വാട്ടറും ന്യൂട്രിയൻസും ഒക്കെ പമ്പ് ചെയ്യാനുള്ള ടിഷ്യൂ ആണ് സൈലം ആൻഡ് ഫ്ലോയം. പക്ഷെ ആ സൈലം ആൻഡ് ഫ്ലോയം ഇവർക്ക് ആബ്സെന്റ് ആണ്, നോ വാസ്കുലാർ ടിഷ്യൂ. അപ്പൊ എങ്ങനെയായിരിക്കും ന്യൂട്രിയൻസും വാട്ടറും ഒക്കെ അബ്സോർബ് ചെയ്യുന്നത്? ബ്രയോഫൈറ്റ്സിന് ലീവ്സ് റൂട്ട്സ് ഒന്നും ഇല്ല. ശരിക്കും നമ്മൾ സാധാരണ ലീവ്സ് റൂട്ട്സ് ഒന്നും ഇല്ല എന്നല്ല, സാധാരണ നമുക്ക് ഒരു പ്ലാന്റിനെ കാണുമ്പോൾ റൂട്ട് ഉണ്ട്, സ്റ്റെം ഉണ്ട്, ലീവ്സ് ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട് അല്ലെ? പക്ഷേ ബ്രയോഫൈറ്റ്സ് എന്ന് പറയുന്ന ആൾക്കാർക്ക് ട്രൂ ആയിട്ടുള്ള, കാണുമ്പോൾ ലീവ്സ് ഒക്കെ പോലെ തോന്നുമെങ്കിൽ അത് ലീവ്സ് ഒന്നും അല്ല, റൂട്ട്സും അങ്ങനെ കാര്യങ്ങളൊന്നും മെയിൻ ആയിട്ട് ശരിക്കും കാണുമ്പോൾ ഒരു പ്ലാന്റ് പോലെ തോന്നണമെന്നില്ല, പക്ഷെ അവരൊരു പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഇവരുടെ കാണുമ്പോൾ ലീവ്സ് എന്നൊക്കെ തോന്നുന്ന ആ ഒരു സ്ട്രക്ചർ, ആ ഒരു ട്രൂ ലീഫ് ആവണമെന്നില്ല, ആ ഒരു ലീഫിലൂടെ, ആ ഒരു ലീഫ് ലൈക്ക് സ്ട്രക്ചറിലൂടെയാണ് അവര് എയറിൽ നിന്നുള്ള വാട്ടറിനെയും ന്യൂട്രിയൻസിനെയും ഒക്കെ അബ്സോർബ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് അവർക്ക് ആവശ്യമായിട്ടുള്ള വാട്ടറും ന്യൂട്രിയൻസും കിട്ടുന്നത്. ഇനി ബ്രയോഫൈറ്റ്സിൽ മെയിൻ ആയിട്ട് ലിവർവേർഡ്സ്, മോസസ്, ഹോൺവേർഡ്സ് ഓർ ആന്തോസിറോസ് ഇത്തരം ആൾക്കാരാണ് വരുന്നത്. അത് നമുക്ക് ലിവർവേർഡ്സ് എന്താണ്, മോസസ് എന്താണെന്ന് നമുക്ക് നെക്സ്റ്റ് നോക്കാം. ലിവർവേർഡ്സിൽ എക്സാമ്പിൾ വരുന്നതാണ് മാർക്കാൻഷ്യ എന്ന് പറഞ്ഞിട്ട്. ഇതാണ് മാർക്കാൻഷ്യ. അപ്പൊ മാർക്കാൻഷ്യ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഫ്ലാറ്റ് ആയി കിടക്കുന്ന ഒരു ബോഡിയാണ് ഇവരുടെ, ഒരു റിബൺ ഒക്കെ പോലെയാണ് ലിവർവേർഡ്സിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ലേ. ഇനി അടുത്ത ആൾക്കാരാണ് മോസസ്. മോസസ് എന്ന് നിങ്ങൾ വേറെ എവിടെയാ കേട്ടിട്ടുള്ളത്? ഞാൻ കേട്ടിട്ടുള്ളത് നമ്മുടെ ആന്റണി മോസസ്, ACP ആന്റണി മോസസ് കേട്ടിട്ടുണ്ടോ? നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ഹിറ്റ് മൂവി മുംബൈ പോലീസ് എന്ന് പറയുന്ന മൂവിയിലാണ് ഞാൻ കേട്ടിട്ടുള്ളത് ആന്റണി മോസസ് എന്നുള്ളത്. നമ്മുടെ പൃഥ്വിരാജ് സുകുമാരൻ ചെയ്തിട്ടുള്ള, പൃഥ്വി സാറ് ചെയ്തിട്ടുള്ള ക്യാരക്ടറിന്റെ നെയിമാണ് ആന്റണി മോസസ്. അപ്പൊ ഇനി നിങ്ങൾ മോസസ് എന്ന് പറയുന്നത് വിട്ടുപോകരുത്. നമ്മുടെ ആന്റണി മോസസിനെ നേരെ ഓർത്ത് മോസസ് അങ്ങോട്ട് തട്ടി വിട്ടോ അല്ലേ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു മൂവിയാണ്. നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തോ ഒരു പ്രത്യേകതയുള്ള ഒരു മൂവിയാണല്ലേ ആന്റണി മോസ് അല്ല, നമ്മുടെ മുംബൈ പോലീസ് എന്ന് പറയുന്ന ഒരു മൂവി. അങ്ങനെ എന്തൊക്കെയോ ഒരു സ്പെഷ്യാലിറ്റി ഉള്ള ഒരു മൂവിയാണ്. അതുവരെ വന്നിട്ടുള്ള എന്താണ്, ഒരു ജോണറിലുള്ള ഒരു മൂവി അല്ല, ഒരു ഡിഫറെന്റ് അപ്രോച്ച് ആയിരുന്നു. സോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ മോസസ് അല്ലെ, മോസസിൽ എക്സാമ്പിൾ വരുന്നത് ഫ്യൂനേറിയ. ഈ ഫ്യൂനേറിയനെ നിങ്ങൾ കണ്ടിട്ടില്ലേ മക്കളെ? എവിടെയാ കണ്ടിട്ടുള്ളത്? എൻ്റെ വീട്ടിലൊക്കെ ഈ മതിലിന്റെ മുകളിലൊക്കെ ഈ പൂപ്പലൊക്കെ വരുമ്പോൾ ഇങ്ങനെ മണ്ണൊക്കെ പറ്റി പിടിച്ചിട്ട് ഈ ഒരു ചേട്ടനെ കാണാറുണ്ട്. എൻ്റെ നാട്ടിൽ ഇതിനെ പറയുന്നത് തലവെട്ടി എന്നാ പറയാ. നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ പല സ്ഥലത്തും പല നെയിംസ് ആയിരിക്കും. എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമന്റ് ഇടും ട്ടോ. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത്, ചെറുപ്പത്തിലൊക്കെ ഞാനൊക്കെ ചെയ്തിരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രണ്ടുപേര് കൂടിയിട്ട് കളിക്കും. ഇങ്ങനെ ക്രോസ് ചെയ്ത് പിടിച്ചിട്ട് ഇതിന്റെ തല പൊട്ടിക്കാൻ നോക്കും. ഏറ്റവും ഫസ്റ്റ് ആരുടെ തലയാണ് പൊട്ടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ തോൽക്കും. അങ്ങനത്തെ ഒരു കളി നിങ്ങളൊക്കെ കളിച്ചിട്ടുണ്ടാകും. നിങ്ങളുടെ പാരന്റ്സിനോടൊക്കെ ചോദിച്ചു നോക്കും. അപ്പൊ ഈ ഫ്യൂനേറിയനെ കാണുമ്പോഴും എന്താണ്, നല്ല രസമുണ്ടല്ലേ? കാണുമ്പോൾ ഒരു പയറൊക്കെ മുളച്ചു നിൽക്കുന്ന പോലെ ഉണ്ട്. പക്ഷെ അങ്ങനെയല്ല, ട്രൂ ആയിട്ടുള്ള ലീവ്സ് കാര്യങ്ങളൊന്നും ഇല്ല. നമ്മുടെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ബോഡിയാണ് ഫ്യൂനേറി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഹോൺവേർഡ്സ്. ഹോൺവേർഡ്സിനെ നമ്മൾ ആന്തോസിറോസ് എന്ന് കൂടി പറയുന്നുണ്ട്. ആൻഡ് ഇവരെന്ന് പറയുന്നത് നോൺ വാസ്കുലാർ പ്ലാന്റ്സ് ആണ്. നോൺ വാസ്കുലാർ പ്ലാന്റ്സ് എന്താണ് മക്കളെ? എന്താണ്? സൈലം ഫ്ലോയം ഒന്നും ഇല്ല അല്ലെ. അപ്പോൾ അവര് അവരുടെ ലീഫ് പോലെ കാണുന്ന ഈ ഒരു സ്ട്രക്ചറിലൂടെയാണ് അവർ എയറിലുള്ള വാട്ടറിനെയും ന്യൂട്രിയൻസിനെയും ഒക്കെ അബ്സോർബ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ബ്രയോഫൈറ്റ്സിൽ വരുന്ന ആൾക്കാർ. ഇനി നമുക്ക് ബ്രയോഫൈറ്റ്സിനെ മൊത്തത്തിൽ ഒന്ന് എന്തൊക്കെയാണ് അതിന്റെ ഫീച്ചേഴ്സ്, ക്യാരക്ടേഴ്സ് എന്നൊന്ന് നോക്കാം. ഇപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണ്, ഈ നമ്മുടെ ബ്രയോഫൈറ്റ്സിനെ ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം എന്നാ പറയാന്ന്. അപ്പൊ ഈ ആംഫി എന്നവിടെ ഉദ്ദേശിക്കുന്നത് ഡ്യുവൽ എന്നാണ്. അതായത് ഡ്യുവൽ ലൈഫാണ് ആംഫീബിയൻസിന്. ഒന്ന് ലാൻഡിലും ജീവിക്കുന്നുണ്ട്, അത് കൂടാതെ വാട്ടറിലും ജീവിക്കുന്നുണ്ട്. അപ്പോൾ ഡ്യുവൽ ലൈഫാണ്, 2 ലൈഫാണ് ആംഫീബിയൻസിന്. അപ്പോൾ ഈ ആംഫീബിയൻസിന്റെ സെക്ഷൽ റീപ്രൊഡക്ഷൻ സമയത്ത് ഇവർക്ക് വാട്ടർ വളരെ അത്യാവശ്യമാണ്. സെക്ഷൽ റീപ്രൊഡക്ഷന്റെ സമയത്ത് വാട്ടർ ഇല്ലാതെ അവർക്ക് ആ ഒരു റീപ്രൊഡക്ഷൻ നടത്താൻ സാധിക്കില്ല. അതുകൊണ്ട് കൂടിയാണ് ഇവരെ നമ്മൾ ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം എന്ന് പറയുന്നത്. ഇപ്പോ ഈ ഒരു
പെർട്ടിക്കുലർ കാലാവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ മഴയുള്ള ഒരു സമയമാണ്. അപ്പൊ നിങ്ങൾക്ക് എവിടെ തിരിഞ്ഞാലും ഇത്തരത്തിലുള്ള ബ്രയോഫൈറ്റ്സിനെ കാണാൻ പറ്റും. അപ്പോൾ ഈ ബ്രയോഫൈറ്റ്സ് കൂടുതലായിട്ടും കാണുന്നത് ഇത്തരം ഒരു ക്ലൈമറ്റിലൊക്കെയാണ്. അത് കൂടാതെ ഇങ്ങനെ മോയ്സ്ചർ കണ്ടന്റ് ഉള്ള, നനവുള്ള, ഈർപ്പമുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഈ ബ്രയോഫൈറ്റ്സിനെ കാണുന്നത്. പിന്നെ നിങ്ങൾ പാറയൊക്കെ ഇല്ലേ, പാറയുടെ പുറത്തൊക്കെ കാണാം. അതായത് ഈ പാറ സ്ഥലങ്ങളിലൊന്നും മരങ്ങൾ, ചെടികളൊന്നും നിലനിൽക്കില്ല. അവർക്ക് അവിടെ വളരാനുള്ള ഒരു സാഹചര്യമില്ല. അപ്പോൾ ഇത്തരം സ്ഥലങ്ങളിൽ ബ്രയോഫൈറ്റ്സിനെ നമുക്ക് കാണാൻ പറ്റും. ഈ പാറയുടെ മുകളിലൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്ന ചെറിയ ചെടികൾ പോലെ പുൽത്തരികൾ കാണാൻ പറ്റില്ല. അപ്പൊ നമ്മൾ അത് എന്തോ ഒരു പുല്ലൊക്കെ ആണെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ ശരിക്കും അത് പുല്ലൊന്നുമല്ല, അത് ആരാണ്? ബ്രയോഫൈറ്റ്സ് ആണ്. ഇനി ഈ ബ്രയോഫൈറ്റ്സ് എന്ന് പറയുമ്പോൾ സാധാ കാണുന്ന ഒരു ചെടി അല്ലെങ്കിൽ മരത്തെ പോലെ ട്രൂ ലീവ്സ്, ട്രൂ സ്റ്റെം, ട്രൂ റൂട്ട്സ് ഒന്നുമില്ല. അതായത് അവർക്ക് ലീഫോ സ്റ്റെമ്മോ റൂട്ടോ ഒന്നുമില്ല. പകരം റൂട്ടിനെ പോലെ ഇരിക്കുന്ന, അല്ലെങ്കിൽ ലീഫിനെ പോലെ ഇരിക്കുന്ന, അല്ലെങ്കിൽ സ്റ്റെമ്മിനെ പോലെ ഇരിക്കുന്ന സ്ട്രക്ചേഴ്സ് ആണ് ഇവർക്കുള്ളത്. ലീഫ് പോലെയുള്ള ആ ഒരു സ്ട്രക്ചർ, ഇപ്പൊ നമുക്ക് ചില ബ്രയോഫൈറ്റ്സിനെ കാണുമ്പോൾ അത് അവരുടെ ലീഫാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട്. അപ്പൊ അത്തരത്തിൽ ലീഫ് പോലെയുള്ള സ്ട്രക്ചറിനെ നമ്മൾ പറയുന്ന പേരാണ് താലസ്. ഇതേപോലെ വേറൊരു കൂട്ടം ആൾക്കാർ കൂടിയുണ്ട്, ആൽഗകൾ. ആൽഗയ്ക്കും എന്തില്ല, ഈ പറഞ്ഞ ലീവ്സ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ആ ലീഫാണെന്ന് തെറ്റിദ്ധരിക്കുന്ന ആ ഒരു പോർഷനെ പറയുന്ന പേരാണ് താലസ് എന്നത്. ഇനി ഈ ലീഫ് ലൈക്ക് സ്ട്രക്ചർ മണ്ണിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന വേറൊരു കൂട്ടം ആൾക്കാരുണ്ട്, റൂട്ട്സ് പോലെ ഇരിക്കുന്ന ആൾക്കാർ. നമ്മൾ വിചാരിക്കും ഇത് അവരുടെ റൂട്ട്സ് ആണെന്ന്. പക്ഷെ റൂട്ട് അല്ല, റൂട്ട് ലൈക്ക് ആണ്. റൂട്ടിനെ പോലെ ഇരിക്കുന്നു എന്നേ ഉള്ളൂ, പക്ഷെ റൂട്ട് അല്ല. അപ്പൊ ഇത്തരം ആൾക്കാരുടെ പേരാണ് റൈസോയിഡ്സ്. അപ്പൊ ഈ രണ്ട് ടേമും ആലോചിക്കുക, താലസ് ആൻഡ് റൈസോയിഡ്സ്. ലീഫ് ലൈക്ക് ഇരിക്കുന്ന സ്ട്രക്ചർ ആണ് താലസ്, അതേപോലെ റൂട്ട് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ് നമ്മുടെ റൈസോയിഡ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ബ്രയോഫൈറ്റ്സിന്റെ പ്ലാൻ ബോഡിയിലേക്ക് വരുമ്പോൾ അവരുടെ പ്ലാൻ ബോഡി എന്ന് പറയുന്നത് മെജോറിറ്റിയും ഹാപ്ലോയിഡ് ആയിരിക്കും. ഹാപ്ലോയിഡ് എന്ന് പറയുന്നതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അവരുടെ പ്ലാൻ ബോഡിയിൽ ഒരു സെറ്റ് ക്രോമസോമേ കാണുള്ളൂ. മെജോറിറ്റിയും അവർ ഹാപ്ലോയിഡ് ആയിരിക്കും. ബ്രയോഫൈറ്റ്സ് എന്ന് പറയുന്നത് മെജോറിറ്റി ഹാപ്ലോയിഡ് ആയിരിക്കും, ഒരു സെറ്റ് ക്രോമസോമേ ഉള്ളൂ. ഇനി ചില കണ്ടീഷൻസിൽ അവർ ഡിപ്ലോയിഡ് ആകാറുണ്ട്. ഡിപ്ലോയിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൈ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ആണ്. അപ്പൊ 2 സെറ്റ്സ് ഓഫ് ക്രോമസോംസ് ഉണ്ടാകും. അപ്പൊ മെജോറിറ്റി ബ്രയോഫൈറ്റ്സിന്റെ ബോഡിയും ഹാപ്ലോയിഡ് ആയിരിക്കും, പക്ഷെ ചില കേസിൽ അവർ ഡിപ്ലോയിഡും ആകാറുണ്ട്. ഇനി ഈ ബ്രയോഫൈറ്റ്സ് ഉണ്ടല്ലോ, ഈ ബ്രയോഫൈറ്റ്സിന് അവരുടെ ബോഡിയിൽ തന്നെ മെയിൽ സെക്സ് ഓർഗനെയും കാണാം, ഫീമെയിൽ സെക്സ് ഓർഗനെയും കാണാം. മെയിൽ സെക്സ് ഓർഗൻ ഉണ്ടാകും, ഫീമെയിൽ സെക്സ് ഓർഗൻ ഉണ്ടാകും. നിങ്ങൾ ആലോചിക്കണം, ആ ഒരു താലസ് എന്ന് പറയുന്ന ഇവരുടെ ഒരു പ്ലാൻ ബോഡിയിൽ മെയിൽ സെക്സ് ഓർഗനും ഉണ്ട്, ഫീമെയിൽ സെക്സ് ഓർഗനും ഉണ്ട്. ആൻഡ് ഈ മെയിൽ സെക്സ് ഓർഗനും ഫീമെയിൽ സെക്സ് ഓർഗനും ആരെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ഗാമീറ്റുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രയോഫൈറ്റ്സിന്റെ ബോഡി സ്വന്തമായിട്ട് ഗാമീറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു മെയിൻ പ്ലാൻ ബോഡീനെ പറയുന്ന പേരാണ് ഗാമീറ്റോഫൈറ്റ്. സ്വന്തമായി ഗാമീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതുകൊണ്ട് അവരുടെ പ്ലാൻ ബോഡീനെ നമ്മൾ എന്ത് വിളിച്ചു? ഗാമീറ്റോഫൈറ്റ്. പിന്നെ നമ്മൾ പറഞ്ഞു ഇവർക്ക് മെയിൽ സെക്സ് ഓർഗൻ ഉണ്ട്, ഫീമെയിൽ സെക്സ് ഓർഗൻ ഉണ്ടെന്ന് പറഞ്ഞു. സോ മെയിൽ സെക്സ് ഓർഗന്റെ പേരാണ് ആന്തറീഡിയം. മെയിൽ സെക്സ് ഓർഗന്റെ പേര് ആന്തറീഡിയം. ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗന്റെ പേരാണ് ആർക്കിഗോണിയം. ഈ ആർക്കിഗോണിയം എന്ന് പറയുന്നത് ഒരു ഫ്ലാസ്ക് ഷേപ്പിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ആലോചിക്കുക, മെയിൽ സെക്സ് ഓർഗൻ ഉണ്ട്, ഫീമെയിൽ സെക്സ് ഓർഗൻ ഉണ്ട്. മെയിൽ സെക്സ് ഓർഗന്റെ പേര് ആന്തറീഡിയം, ഫീമെയിൽ സെക്സ് ഓർഗന്റെ പേര് ആർക്കിഗോണിയം. ഇത് ശരിക്കും നമുക്കൊരു കഥ പോലെ പഠിക്കാവുന്നതാണ്. ഒരു കഥ പഠിക്കുന്ന പോലെ സുഖമായിട്ട് പഠിക്കാവുന്നതുള്ളൂ. ഈ ടേമുകൾ മാത്രം ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കേണ്ട കാര്യമുള്ളൂ. ബാക്കി നമുക്കൊരു കഥ എഴുതുന്ന പോലെ സുഖമായിട്ട് എഴുതാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ കഥയിൽ 2 താരങ്ങളാണ് ആന്തറീഡിയം, ആർക്കിഗോണിയം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ആലോചിക്കുക, നമ്മുടെ ബ്രയോഫൈറ്റ് എന്ന് പറയുന്ന അവരുടെ പ്ലാൻ ബോഡി, ആ പ്ലാന്റ് ബോഡീനെ നമ്മൾ ഒരു പേരിട്ടു, ആ പേരാണ് ഗാമിറ്റോഫൈറ്റ്. എന്തുകൊണ്ടാണ് ഗാമിറ്റോഫൈറ്റ് എന്ന് പേരിട്ടത്? അവരവർക്ക് സ്വന്തമായിട്ട് ഗാമിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു അല്ലേ. പിന്നെ നമ്മൾ ആലോചിക്കുക, ഒരു പ്ലാന്റ് ബോഡി, അതായത് ഈ താലസ് എന്ന് പറയുന്ന ഇവരുടെ ഈ ഒരു ഗാമിറ്റോഫൈറ്റിക് പ്ലാന്റ് ബോഡിയിൽ ആരൊക്കെയുണ്ട്? മെയിലുമുണ്ട്, ഫീമെയിലുമുണ്ട്. മെയിൽ സെക്സ് ഓർഗനുമുണ്ട്, ഫീമെയിൽ സെക്സ് ഓർഗനുമുണ്ട്. മെയിൽ സെക്സ് ഓർഗന്റെ പേരെന്താണ്? ആന്തറീഡിയം. ഫീമെയിൽ സെക്സ് ഓർഗന്റെ പേരെന്താണ്? ആർക്കിഗോണിയം. ആർക്കിഗോണിയത്തിന്റെ ഷേപ്പ് എങ്ങനെയാണ്? ഫ്ലാസ്ക് ഷേപ്പ്ഡ് ആണ്. ഇനി
ആന്തറീഡിയം ആര് പ്രൊഡ്യൂസ് ചെയ്യും? മെയിൽ സെക്സ് ഓർഗൻ ആയിട്ടുള്ള ആന്തറീഡിയം ഗാമിറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഏത് ഗാമിറ്റ്സാ? ഫീമെയിൽ ഗാമിറ്റ്സിനാണോ? അല്ല, മെയിൽ ഗാമിറ്റ്സിനെ. ആ മെയിൽ ഗാമിറ്റ്സിന്റെ പേരാണ് ആന്തറോസോയിഡ്സ്. ഓക്കെ, അപ്പോൾ നമ്മുടെ മെയിൽ സെക്സ് ഓർഗൻ ആയിട്ടുള്ള ആന്തറീഡിയം ആര് പ്രൊഡ്യൂസ് ചെയ്തു? മെയിൽ ഗാമിറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്തു. ആ മെയിൽ ഗാമിറ്റ്സിന്റെ പേരാണ് ആന്ത്രോസോയിഡ്സ്. ഇനി അടുത്തത് ഫീമെയിൽ സെക്സ് ഓർഗൻ. ഫീമെയിൽ സെക്സ് ഓർഗൻ ആരാണ്? ആർക്കിഗോണിയം. ആർക്കിഗോണിയം പ്രൊഡ്യൂസ് ചെയ്ത ഗാമിറ്റിന്റെ പേരാണ് എഗ്. ഒരു എഗ്ഗിനെയും പ്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ഇപ്പോൾ ഇവിടെ മെയിൽ ഗാമിറ്റ്സ് ഉണ്ടായിട്ടുണ്ട്, ഫീമെയിൽ ഗാമിറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ മെയിൽ ഗാമിറ്റ്സിന് ഫീമെയിൽ ഗാമിറ്റ്സ് ഇരിക്കുന്ന സ്ഥലത്തേക്ക് എത്തണം, എങ്കിലേ അവിടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുള്ളൂ. അപ്പൊ മെയിൽ ഗാമിറ്റ്സും ഫീമെയിൽ ഗാമിറ്റ്സും സെയിം പ്ലാൻ ബോഡിയിലാണ്, പക്ഷെ രണ്ട് സ്ഥലങ്ങളിലായിട്ട് ഇരിക്കുകയാണ് അല്ലെ. ഒന്ന് മെയിൽ സെക്സ് ഓർഗന്റെ അടുത്ത് ഇരിക്കുകയാണ്, ഒന്ന് ഫീമെയിൽ സെക്സ് ഓർഗന്റെ അടുത്ത് ഇരിക്കുകയാണ്. അപ്പൊ രണ്ടു പേർക്കും ഒരു സ്ഥലത്ത് കൂട്ടിമുട്ടിയാൽ മാത്രമേ അവിടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുള്ളൂ. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ വാട്ടർ ആക്ട് ചെയ്യുന്നത്. വാട്ടറിന്റെ സഹായത്തോടു കൂടി നമ്മുടെ മെയിൽ സെക്സ് ഓർഗൻസ് എവിടേക്ക് എത്തുന്നു? ഫീമെയിൽ സെക്സ് ഓർഗനില്ലേ, മെയിൽ സെക്സ് ഓർഗൻ അല്ല, മെയിൽ ഗാമീറ്റ്സ് നമ്മുടെ ഫീമെയിൽ സെക്സ് ഓർഗൻ ആയിട്ടുള്ള ആർക്കിഗോണിയത്തിൽ ഇരിക്കുന്ന എഗിന്റെ അടുത്തേക്ക് ആരെത്തുന്നു? നമ്മുടെ മെയിൽ ഗാമീറ്റ്സ്. മെയിൽ ഗാമീറ്റ്സിന്റെ പേരെന്താ? എന്താണ് മെയിൽ ഗാമീറ്റ്സിന്റെ? ആന്ത്രോസോയിഡ്സ്. ആന്ത്രോസോയിഡ്സ് എഗിന്റെ അടുത്തേക്ക് എത്തുന്നു. അവിടെ വെച്ചിട്ട് ഫ്യൂഷൻ നടക്കുന്നു, അത് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നു. അപ്പൊ മെയിൽ ഗാമീറ്റ്സ് ഫീമെയിൽ ഗാമീറ്റ്സിന്റെ അവിടെ എത്തി. മെയിൽ ഗാമീറ്റ്സിന്റെ പേരെന്താണ്? ആന്ത്രോസോയിഡ്സ്. ആന്ത്രോസോയിഡ്സ് എവിടെ എത്തി? ഫീമെയിൽ ഗാമീറ്റ് ആയിട്ടുള്ള എഗിന്റെ അടുത്ത് എത്തി. അവിടെ വെച്ച് സെക്ഷൽ റീപ്രൊഡക്ഷൻ, ഫ്യൂഷൻ സംഭവിച്ചു. എന്ത് ഫോം ചെയ്യുന്നു? സൈഗോട്ട് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഫോം ചെയ്യുന്നു. അപ്പോൾ ഇത്രയും നേരം നിങ്ങൾ ആലോചിക്കേണ്ട ഒരു പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മെയിൽ ഗാമീറ്റും ഫീമെയിൽ ഗാമീറ്റും ഹാപ്ലോയിഡ് ആണ്, ഒരു സെറ്റ് ക്രോമസോമേ ഉള്ളൂ. പക്ഷേ ഇവിടെ സൈഗോട്ട് ഉണ്ടായി. സൈഗോട്ട് എന്ന് പറയുന്നത് മെയിൽ ഗാമീറ്റും ഫീമെയിൽ ഗാമീറ്റും കൂടി ചേർന്നിട്ടല്ലേ ഉണ്ടായത്. അപ്പോൾ രണ്ട് ഹാപ്ലോയിഡ് കൂടി ചേർന്നിട്ട് ഇവിടെ സൈഗോട്ട് എന്ന് പറയുന്നത് ഡിപ്ലോയിഡ് കണ്ടീഷൻ ആയിട്ട് മാറുന്നു, അതായത് 2n കണ്ടീഷൻ ആയിട്ട് മാറുന്നു. ഇനി ഈ ഡിപ്ലോയിഡ് രണ്ട് സെറ്റ് ക്രോമസോമും അടങ്ങിയിട്ടുള്ള സൈഗോട്ട് മൈറ്റോസിസ് എന്ന് പറയുന്ന ഒരു ഡിവിഷൻ അണ്ടർഗോ ചെയ്യുന്നു. അതായത് മൈറ്റോസിസ് എന്ന് പറയുന്നത് സാധാരണ സെല്ലുകളിലൊക്കെ കാണുന്ന ഒരു ഡിവിഷൻ ആണ്. ആ ഒരു ഡിവിഷൻ വഴി സെല്ലുകളുടെ, സൈഗോട്ട് എന്ന് പറയുന്നത് ഒരു സിംഗിൾ സെല്ലുടെ ഓർഗാനിസം, ഒരു സിംഗിൾ സെല്ലുള്ള ഒരു സ്ട്രക്ചറാണ് നമ്മുടെ സൈഗോട്ടിന്. അപ്പോൾ ഈ മൈറ്റോസിസ് എന്ന് പറയുന്ന ഡിവിഷൻ സംഭവിക്കുമ്പോൾ സെല്ലുകളുടെ നമ്പർ കൂടുന്നു. അപ്പോൾ ഒരുപാട് സെൽ നമ്പേഴ്സ്, ഒരുപാട് സെല്ലുകൾ ഉണ്ടാകുന്നു. അങ്ങനെ ഒരുപാട് സെല്ലുള്ള ആ ഒരു മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറിനെ നമ്മൾ പറയുന്ന പേരാണ് സ്പോറോഫൈറ്റ്. അപ്പോൾ ഇവിടെ എന്താ ഇപ്പൊ സംഭവിച്ചത്? നമ്മുടെ ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ട്, സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി ഫോം ചെയ്ത് കിട്ടിയ സൈഗോട്ട് മൈറ്റോസിസ് എന്ന് പറയുന്ന സെൽ ഡിവിഷൻ വഴി മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള സ്പോറോഫൈറ്റിനെ പ്രൊഡ്യൂസ് ചെയ്തു. ഇനി കുറച്ചു നേരം കഴിയുമ്പോൾ, കുറച്ച് സമയമൊക്കെ എടുത്തിട്ട് സ്പോറോഫൈറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചർ, സ്പോറോഫൈറ്റ് എന്തായിട്ട് അടുത്ത ഡിവിഷൻ മിയോസിസ് എന്ന് പറയുന്ന ഡിവിഷൻ അണ്ടർഗോ ചെയ്യുന്നു. മിയോസിസ് എന്ന് പറയുന്ന ഡിവിഷൻ എന്ന് പറയുന്നത് റിഡക്ഷൻ ഡിവിഷൻ ആണ്. അതായത് അവിടെ നമ്മൾ നമ്പർ റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ മിയോസിസ് എന്തായിട്ട് മാറും? ഈ മിയോസിസ് വഴി നമ്മുടെ സ്പോറോഫൈറ്റ് സ്പോറായിട്ട് മാറുന്നു. ഈ സ്പോർസ് എന്ന് പറയുന്നത് പിന്നീട് ജെർമിനേഷൻ അണ്ടർഗോ ചെയ്യുന്നു. ജെർമിനേഷൻ വഴി അവര് ന്യൂ ഗാമിറ്റോഫൈറ്റ് എന്ന് പറയുന്ന ന്യൂ പ്ലാൻ ബോഡി, അതായത് ന്യൂ ബ്രയോഫൈറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ശരിക്കും ഒരു കഥ പോലെ നമുക്ക് പറഞ്ഞു പോകാം അല്ലെ. അതായത് എങ്ങനെയായിരുന്നു നമ്മുടെ ഈ ഒരു ബ്രയോഫൈറ്റിന്റെ പ്ലാൻ ബോഡി എന്ന് പറയുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗാമിറ്റോഫൈറ്റ്. ഈ പ്ലാൻ ബോഡിക്ക് ആരൊക്കെയുണ്ട്? മെയിൽ സെക്സ് ഓർഗനും ഉണ്ട്, ഫീമെയിൽ സെക്സ് ഓർഗനും ഉണ്ട്. മെയിൽ സെക്സ് ഓർഗന്റെ പേരാണ് ആന്തറീഡിയം, ഫീമെയിൽ സെക്സ് ഓർഗന്റെ പേരാണ് ആർക്കിഗോണിയം. മെയിൽ സെക്സ് ഓർഗൻ മെയിൽ ഗാമിറ്റ് ആയിട്ടുള്ള ആന്തറീഡിയത്തെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഫീമെയിൽ ഗാമിറ്റ് ആയിട്ടുള്ള ആർക്കിഗോണിയം ഏത് സെക്സ് ഓർഗനെയാണ്? ഫീമെയിൽ സെക്സ് ഓർഗൻ ആയിട്ടുള്ള എഗ്ഗിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇനി അതിനുശേഷം ഈ ആന്ത്രോസോയിഡിനും എഗ്ഗിനും തമ്മിൽ ഫ്യൂസ് ചെയ്യണം അല്ലെ. ഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ആന്ത്രോസോയിഡ്സ് വാട്ടർ വഴി മെയിൽ സെക്സ്, നമ്മുടെ എഗ്ഗിന്റെ, ഫീമെയിൽ സെക്സ് ഓർഗനിലുള്ള എഗ്ഗിന്റെ അടുത്തേക്ക് എത്തുന്നു. അവിടെ വെച്ച് ഫ്യൂഷൻ നടക്കുന്നു. എന്നിട്ട് രണ്ട് ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഗാമീറ്റ്സുകൾ, മെയിൽ ഗാമീറ്റും ഫീമെയിൽ ഗാമീറ്റും ഹാപ്ലോയിഡ് ആയിരുന്നു. അങ്ങനെ രണ്ട് ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഗാമീറ്റുകൾ തമ്മിൽ ഫ്യൂഷൻ നടന്നപ്പോൾ ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഒരു സൈഗോട്ട് കിട്ടി.
ആ സൈഗോട്ട് പിന്നീട് മൈറ്റോസിസ് എന്ന് പറയുന്ന ഡിവിഷനിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ സൈഗോട്ട് എന്ന് പറയുന്ന ഒരു സിംഗിൾ സെല്ലുടെ സ്ട്രക്ചർ പിന്നീട് മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള സ്പോറോഫൈറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചർ ആയിട്ട് മാറുന്നു. അതിനുശേഷം മിയോസിസ് എന്ന് പറയുന്ന സെൽ ഡിവിഷനിലൂടെ കടന്നു പോകുമ്പോൾ സ്പോറോഫൈറ്റ് സ്പോറായിട്ട് മാറുന്നു. പിന്നീട് സ്പോറിന് ജെർമിനേഷൻ സംഭവിച്ചിട്ട് പുതിയ ഗാമിറ്റോഫൈറ്റിക് പ്ലാന്റ് ബോഡി ആയിട്ട് മാറുന്നു. അതായത് പുതിയ ബ്രയോഫൈറ്റ് ഉണ്ടാകുന്നു. ഇങ്ങനെയാണ് അവരുടെ ബ്രയോഫൈറ്റിന്റെ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഈ ബ്രയോഫൈറ്റ്സിലെ റീപ്രൊഡക്ഷൻ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു.